ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ കളക്ഷനിൽ ആഡ് ചെയ്തിട്ടുള്ള പുതിയ കുറച്ച് ബിഗോണികൾ നമുക്കൊന്ന് കാണാം. ബിഗോണീസിനെ പറ്റി നമ്മൾ 2-3 വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം. നമുക്ക് ബിഗോണിയാസ് പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം അതായത് വെള്ളം ഓവറായിട്ട് കെട്ടി നിൽക്കാത്ത രീതിയിലുള്ള ചരൽ അടങ്ങിയ മണ്ണ് കൂടുതൽ വീഴത്തക്ക രീതിയിൽ വേണം മണ്ണ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ അതിനകത്ത് സ്വല്പം എല്ലുപൊടിയോ സ്വല്പം വേപ്പമുണ്ണാക്കോ ചാണകപ്പൊടി ഉണങ്ങിയത് എന്നിവ നല്ലപോലെ മിക്സ് ചെയ്ത് അതിനകത്ത് ചേർക്കുന്നത് നന്നായിരിക്കും. ബിഗോണിയ ക്രേസ് ഉള്ളവർക്കറിയാം ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇതിൻ്റെ ഇലയിൽ വരുന്ന പലതരം നിറവ്യത്യാസങ്ങളാണ്. ഈ നിറവ്യത്യാസങ്ങൾ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റായിട്ട് മാസത്തിൽ ഒരിക്കലായിട്ട് ലൈറ്റായിട്ട് സ്വല്പം ഒരു 5-8 തരി ഫാക്ടംബോസ് ലൈറ്റായിട്ട് അതിൻ്റെ മൂട്ടിൽ ദൂരെ കൂട്ടി ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ലൈറ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതൊക്കെ നല്ല വെറൈറ്റികളാണ്. നമുക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ ഏറ്റവും നല്ല വെറൈറ്റികളിൽ പെടുന്ന ബിഗോണിയാസ് പുതിയ കളക്ഷനിൽ നടത്തിയതിനകത്ത് കിട്ടിയ കുറച്ച് പ്ലാന്റുകളാണ് ഈ കാണുന്നവ. അടുത്തതായി ഇതിന് നമുക്ക് ഒരു സ്പെഷ്യൽ സപ്ലിമെൻറ്റ് കൊടുക്കാറുണ്ട്. അതായത് കടലപ്പിണ്ണാക്കും വേപ്പമുണ്ണാക്കും ചാണാനും കൂടെ മിക്സ് ചെയ്ത് 3 ദിവസം വെച്ച് പൊളിപ്പിക്കും. അതായത് 2 പിടി ചാണകം, 1 പിടി കടലപ്പിണ്ണാക്ക്, 1 പിടി വേപ്പപ്പിണ്ണാക്ക്. 2 പിടി ചാണകം എന്ന് പറയുന്നത് നല്ല പച്ച ആവാതെ ഒരു 50% ഉണങ്ങിയ ചാണകമായിരുന്നെങ്കിൽ നല്ലത്. അതേപോലെ തന്നെ ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് വെള്ളം ഓവറായിട്ട് കെട്ടി അതിൻ്റെ മൂട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പ്ലാന്റ് അഴുകിപ്പോവും. അതേപോലെ തന്നെ വെയിൽ ഓവറായിട്ട് കൊണ്ടാലും പ്ലാന്റ് അഴുകിപ്പോവും. അത് നമ്മൾ ട്രയൽ അടിച്ച് നോക്കിയതാണ്. വെയിലത്ത് വെച്ച് നോക്കി, തണലത്ത് വെച്ച് നോക്കി, വളരെ തണൽ ഉള്ള ഭാഗത്തും അത് സർവൈവ് ചെയ്യും, കുഴപ്പമില്ല. ചെറിയ ഒരു വെയിലടിക്കുന്ന ഭാഗത്ത് വെച്ചാലും നമുക്കത് സർവൈവ് ചെയ്ത് കിട്ടും. പക്ഷേ ഒരു വെള്ളം കെട്ടി നല്ലപോലെ നിന്നാലോ അതേപോലെ തന്നെ നല്ല വെയിലടിച്ചാലോ അത് കൺഫേം സെക്കൻഡുകളുണ്ടത് നശിച്ചു പോകും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അടുത്തതായി ബിഗോണിയ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇല അഴുകൽ, അതല്ലെങ്കിൽ ഫംഗസ് രോഗം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻഡോഫില്ലം 45 എന്ന് പറയുന്ന പൊടി ഒരുപാട് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ടാണ് അത് ഇടയ്ക്ക് ഓരോ വീഡിയോസിലും നമ്മളത് പറയുന്നത്. ഇൻഡോഫില്ലം 45 നമ്മളിവിടെ കൊടുക്കുന്നത്. അത് 1.5 സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലപോലെ കലക്കിയിട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുക്കാറ്. അത് കൂടുതലുള്ള ചെടികളുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതലായിട്ട് കലക്കുക. അത് അളവ് ഇത് തന്നെ 1.5 സ്പൂൺ 1 ലിറ്റർ ഒന്ന് കൂട്ടി എടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് പ്രയോജനപ്പെട്ട് കിട്ടും. അതേപോലെ തന്നെ ഇല കീറലോ അതേപോലെ ഫംഗസോ വരാതിരിക്കാനായിട്ട് അത് ഉത്തമമായൊരു മാർഗ്ഗമാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളൊരു പ്രശ്നം ഇതിനകത്ത് കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ചെറിയ
സുഷിരങ്ങൾ, അതായത് കീറലല്ല, ചെറിയ സുഷിരങ്ങളോ അതേപോലെ തന്നെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ, അതേപോലെ അതിങ്ങനെയുള്ള ചെറിയ വെള്ളീച്ചകൾ, അതിനെയൊക്കെ ഒഴിവാക്കാനായിട്ട് ഒന്ന് മാണിക്ക് ഉപയോഗിക്കുക. വെള്ളീച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് മാണിക്ക് എന്ന് പറയുന്ന ടാറ്റയുടെ ഒരു പ്രൊഡക്റ്റാണ്. അത് ലൈറ്റായിട്ടൊന്ന് 1 ലിറ്റർ വെള്ളത്തിൽ അത് കുറച്ചെടുത്താൽ മതി. 1 ലിറ്റർ വെള്ളത്തിന് അതൊരു പൊടിയാണ്, അത് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക, നല്ലപോലെ കലക്കുക, എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. മാണിക്ക് അത് ഇല, അതേപോലെ തന്നെ ചില ഇല ചുരുട്ടി പുഴുവിനുമൊക്കെ നല്ലതാണ്. അതേപോലെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റിയൂഡോ, റീവയോ, അതേപോലെ തന്നെ ടഫ്ഗറോ, ടാഗറോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മരുന്നും കൂടെ ലൈറ്റായിട്ട് ഇടവിട്ട് മാറിയും തിരിഞ്ഞും കൊടുക്കുക. നമ്മൾ ആദ്യമേ ഫംഗിസൈഡ് കൊടുക്കുക, ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഇൻസെക്ടിസൈഡ് കൊടുക്കുക. ഇതൊക്കെ നല്ല വെറൈറ്റികളാണ് കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞു പോകുന്നത് കേൾക്കുന്നതിൻ്റെ ഉൾപ്പം തന്നെ ആ പ്ലാന്റിൻ്റെ ഭംഗിയും കൂടെ നിങ്ങൾക്ക് അന്ന് ആസ്വദിക്കുന്നത് കൊണ്ട് നല്ലതാണ്. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരാനായിട്ട് ഇത് നമുക്ക് പ്രയോജനപ്പെടുത്തും. അതാണല്ലേ, ഇഷ്ടംപോലെ പ്ലാന്റുകൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് വലിയ ചട്ടിയിലുള്ളതെല്ലാം നമ്മൾ മദർ പ്ലാന്റായിട്ട് വെച്ചേക്കുന്നതാണ്. അതിനകത്ത് വേണം ഇനി അതിനിപ്പം വേനലായതുകൊണ്ട് തൈകൾ ഉണ്ടാകുന്നത് കുറവാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം, നമ്മളെ ചാനൽ 4,00,000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകുന്നു. അതായത് 25,000 സബ്സ്ക്രൈബർ ആകാൻ പോകുന്നു. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതേപോലെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്, ഒരുപാട് പേര് പ്രോത്സാഹനമുണ്ട്. അതെല്ലാവരും നമ്മൾ മെസ്സേജിലൊക്കെ, അതായത് കമൻറ്റ് ബോക്സിലൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്കേവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി പറയുന്നു. അതേപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പുതിയ പുതിയ വീഡിയോസ്, അതേപോലെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു നല്ല 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 വീഡിയോ ഒക്കെ ആയിട്ട് പോകുന്നു എന്ന് നമുക്ക് ഒരുപാട് പേര് കമൻറ്റൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കും ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസ് അപ്ഡേഷൻ വരാനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക. അതേപോലെ തന്നെ ഇനിയും വരും ദിവസങ്ങളിൽ പുതിയ പുതിയ വീഡിയോകൾ വാച്ച് ചെയ്യുന്നവർക്ക് കാണാൻ സാധിക്കും. നല്ല നല്ല വെറൈറ്റി സാധനങ്ങളുടെ ഒരു വീഡിയോകൾ പ്രതീക്ഷിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് നിങ്ങളുടെ ലൈക്കും അതേപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല, ബർത്ത്ഡേ പ്രമാണിച്ച് നല്ല അടിപൊളി ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് പീലി, അത് ഇപ്പം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഉടനെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മൾ ഒരു അസ്തമയ സൂര്യൻ്റെ ചുമന്ന ചുളയുള്ള വരിക്കച്ചക്കയാണ്. ഉടനെ തന്നെ ഈ ചക്കയുടെ വിശേഷമൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും ഉടനെ തന്നെ, അതായത് തയ്യൊക്കെ ആവുന്നുണ്ട്, അതെല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു.